ബീഫാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. എന്നാൽ പിന്നെ ഞാനും ഇന്നങ്ങ് ബീഫ് ഉണ്ടാക്കി ബീഫ് ജിഹാദി ആയേക്കാന്ന് വിചാരിച്ചു. ശരിക്കും ബീഫ് കേരളത്തിലൊരു പ്രശ്നമാണോ? പ്രശ്നമാണ്. എസ്പെഷ്യലി നമ്മുടെ ഉമ്മമാർക്കും അടുക്കളയിൽ പണിയെടുക്കുന്നവർക്കും. പിന്നല്ലാണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മാത്രം ബീഫ് ബീഫാവില്ലല്ലോ. അത് കഴുകി വൃത്തിയാക്കി ഉള്ളി മുളകൊക്കെ നന്നാക്കി പാകത്തിന് മസാലയൊക്കെ ചേർത്ത് വരട്ടിയോ പൊരിച്ചോ കറിയാക്കിയോ നമ്മുടെ മുന്നിൽ എത്തണ്ടേ? ചില്ലറ പണിയാണോ ഇതൊക്കെ? അത് മാത്രം മതിയോ? ബീഫ് ചുമ്മാ അങ്ങ് തിന്നാൻ പറ്റുമോ? കൂടെ കഴിക്കാൻ നല്ല പത്തിരിയോ പുട്ടോ പൊറോട്ടയോ എന്തേലും കൂടി വേണ്ടേ ഒരു ഗുമ്മിന്? അല്ലെങ്കിലേ നോമ്പിന് ബാക്കി എല്ലാവരും കുറച്ച് കൂടുതൽ വിശ്രമം എടുക്കുന്ന സമയത്ത് അടുക്കള ഇൻചാർജേഴ്സിൻ്റെ തലച്ചോറും കൈകളും സാധാരണ എടുക്കണതിൻ്റെ 4 ഇരട്ടി പണിയെടുക്കുന്നുണ്ട്. ഇഫ്താറിനുള്ളത് ശരിയാക്കണം, നോമ്പില്ലാത്തവർക്കുള്ളത് നോക്കണം, സുഹൂറിനുള്ളത്, പിന്നെ നിസ്കാരം, ഓത്ത്, വീട് വൃത്തിയാക്കൽ, ഹാല് കൺട്രോൾ ചെയ്യൽ, എന്തൊക്കെ പണിയെടുത്താലാ? ഞാൻ വിചാരിക്കാറുണ്ട് 24 മണിക്കൂർ അല്ലാണ്ട് ഇവർ പുറത്തുനിന്നെങ്ങാൻ കുറച്ച് മണിക്കൂർ കട എടുക്കുന്നുണ്ടോ എന്ന്. എങ്ങനെയാ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒറ്റയ്ക്ക്? അല്ല, എന്തിനാ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? കുറച്ച് പേര് കഷ്ടപ്പെടലും ബാക്കിയുള്ളവർ ആ കഷ്ടപ്പെടലിൻ്റെ റിസൾട്ട് എൻജോയ് ചെയ്യുന്ന സിസ്റ്റവും മാറി ഒരു വീട്ടിലെ എല്ലാവരും എല്ലാ പണിയും ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആയി കണ്ട് അതിൻ്റെ റിസൾട്ട്സ് എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യുമായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെ ലൈഫെല്ലാം കുറച്ചുകൂടി ഈസി ആവുമായിരിക്കും എന്നല്ലേ?